9th ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് അഥവാ സർവവും സൂര്യനാൽ. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? താപ സന്തുലനം അല്ലെ, അതായത് ഹീറ്റ് ബജറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹീറ്റ് ബജറ്റ് എന്താണ് എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ അഥവാ താപനില. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താണ് താപനില? ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. എന്താണ് പറയുന്നത്? അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എന്താണ് താപത്തിന്റെ അല്ലെ, ഹോട്ട്നെസ്, താപത്തിന്റെ തീവ്രതയുടെ അളവിനെ പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില. ഇനി നോക്കുക, മീറ്ററോളജിസ്റ്റ് അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷകര് ഒരു ഡേയില് മാക്സിമം ടെമ്പറേച്ചർ ആയിട്ട് കണക്കാക്കുന്ന സമയം എന്ന് പറയുന്നത് 2 PM അതായത് 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് കാലാവസ്ഥാ നിരീക്ഷകര് നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടിയ താപനില ഉള്ളതായിട്ട് കണക്കാക്കുന്നത് 2 മണിക്കാണ്. ഏറ്റവും ഉയർന്ന ചൂടുള്ളതായിട്ട് കണക്കാക്കുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഇവിടെ നോക്കുക, ദ വെദർ കണ്ടീഷൻ അറ്റ് 2 PM ദാറ്റ് ദ മെറ്റീരിയോളജിസ്റ്റ് മെഷർ ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ. എന്താ പറയുന്നത്? കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിലാണ്. എന്നാൽ ഇവർ കണക്കാക്കുന്ന മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറഞ്ഞ താപനില ഇവർ കണക്കാക്കുന്നത് എപ്പോഴാണ്? ബിഫോർ ദ സൺറൈസ്, സൂര്യോദയത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഉള്ളതായിട്ട് കണക്കാക്കുന്നത്. ഏറ്റവും കുറഞ്ഞ താപനില ഉള്ളതായിട്ട് കണക്കാക്കുന്നത്. ഏറ്റവും കൂടിയ താപനില എപ്പോഴാണ്? 2 PM അല്ലെ, അതായത് 2 മണി ഉച്ചയ്ക്കാണ് ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ ഉള്ളതായിട്ട് കണക്കാക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഉള്ളതായിട്ട് കണക്കാക്കുന്നത് എപ്പോഴാണ്? ബിഫോർ ദ സൺറൈസ് അല്ലെ, സൂര്യോദയത്തിന് തൊട്ട് മുമ്പുമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്കസ് വൈ ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ആർ ബീയിങ് റെക്കോർഡഡ് അറ്റ് 2 PM ആൻഡ് ജസ്റ്റ് ബിഫോർ സൺറൈസ് റെസ്പെക്റ്റീവ്ലി. എന്താണ്? കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും യഥാക്രമം ഉച്ചയ്ക്ക് 2 മണിക്കും സൂര്യോദയത്തിന് തൊട്ട് മുമ്പുമായിട്ട് കണക്കാക്കുന്നത് എന്തിന് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, മെറ്റീരിയോളജിസ്റ്റ് അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷകരെ ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ ആയിട്ട് കണക്കാക്കുന്നത് 2 മണിക്കും എന്നാൽ മിനിമം ടെമ്പറേച്ചർ ആയിട്ട് കണക്കാക്കുന്നത് ബിഫോർ ദ സൺറൈസും ആണ് അല്ലേ, സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള സമയമാണെന്ന് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കണക്കാക്കുന്നത് എന്നുള്ളത് ചോദിച്ചാൽ ഇതിനുള്ള ആൻസർ ഇതാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷം ഉച്ചയ്ക്ക്, അതായത് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടാണ് എന്താകുന്നത്? നന്നായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂട് പിടിക്കുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയർ നന്നായിട്ട് ചൂട് പിടിക്കുന്ന സമയമാണ്, നന്നായിട്ട് ഹീറ്റ് ആകുന്ന സമയമാണ് എപ്പോൾ? ഉച്ചയ്ക്ക് 2 മണിക്ക് 2 PM. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇൻസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൗരവികിരണം വഴി നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ചൂട് എത്തിയിട്ട്, സൗരവികിരണം അല്ലെങ്കിൽ ഇൻസൊലേഷൻ വഴി നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ചൂട് എത്തിയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്ന മാക്സിമം സമയം എപ്പോഴാണ്? 2 മണിക്കാണ്. അതായത് ഇൻസുലേഷൻ മൂലം നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിച്ച് വരുമ്പോഴേക്കും എത്ര മണിയാവുന്നുണ്ട്? ഉച്ചയ്ക്ക് 2 PM ആവുന്നുണ്ട്. അതായത് 2 മണി ആകുന്നുണ്ട്. അതാണ് കാലാവസ്ഥാ നിരീക്ഷകര് അല്ലെങ്കിൽ
മീറ്ററോളജിസ്റ്റ് എന്ത് ചെയ്യുന്നത്? 2 മണിക്ക് മാക്സിമം ടെമ്പറേച്ചർ ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മിനിമം ടെമ്പറേച്ചർ സൺറൈസിന്റെ മുമ്പായിട്ട് കണക്കാക്കുന്നതിനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കുറയുന്നത് വളരെ എങ്ങനെയാണ്? സാവധാനത്തിലാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കുറയുന്നത് വളരെ സാവധാനത്തിലാണ്. അതായത് ടെറസ്ട്രിയൽ റേഡിയേഷന്, നമ്മുടെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൗമവികിരണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെറസ്ട്രിയൽ റേഡിയേഷന് സംഭവിക്കുന്നത് ഏത് സമയത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നൈറ്റിലാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ ഈ ടെറസ്ട്രിയൽ റേഡിയേഷന് നമ്മുടെ എർത്തിൽ നിന്ന് പോകാനെടുക്കുന്ന പരമാവധി സമയം എന്ന് പറയുന്നത്, അതായത് പരമാവധി നമ്മുടെ എർത്തിൽ നിന്നും ടെറസ്ട്രിയൽ റേഡിയേഷന് പോകുമ്പോഴേക്കും ഏകദേശം സൺറൈസിന്റെ അല്ലെങ്കിൽ സൂര്യോദയത്തിന്റെ മുമ്പുള്ള ഒരു സമയമായിട്ടുണ്ടാവും. ഏകദേശം ഒരു 4 മണി 5 മണി 4 and 5 o'clock സമയത്തിലാണ് എന്ത് ചെയ്യുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷന് നമ്മുടെ ഭൂമിയിൽ നിന്നും പരമാവധി ഇല്ലാതാകുന്നത്. ഈ ഒരു സമയമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ തണുക്കുന്ന സമയം അപ്പോഴാണ്. ഒരു 4 മണി 5 മണി ടൈമിലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ തണുത്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് മീറ്ററോളജിസ്റ്റ് എന്ത് ചെയ്യുന്നത്? കാലാവസ്ഥാ നിരീക്ഷകര് മിനിമം ടെമ്പറേച്ചർ ആയിട്ട് കണക്കാക്കുന്നത് സൺറൈസിന് തൊട്ട് മുമ്പുള്ള സമയത്ത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ? താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? താപനില അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്. ഓക്കെ, താപനില അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ ആണ്. മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? എന്താണ് ദൈനിക താപാന്തരം? ദൈനിക താപാന്തരം എന്ന് പറയുന്നത് എന്താണ് എന്നതാണ്. The difference between the maximum and the minimum temperature of a day is called diurnal range of temperature. എന്താണ്? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. ദൈനിക താപാന്തരം അല്ലെങ്കിൽ ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. Once again, the difference between the maximum and minimum temperature of a day. ഒരു ദിവസത്തെ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ, മാക്സിമം ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതുമായിട്ടുള്ള താപനില തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക താപാന്തരം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതുകൂടി നോക്കുക. ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ is equal to maximum temperature of the day minus minimum temperature of the day. അതായത് കൂടിയ താപനിലയിൽ നിന്ന്, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് അല്ലെങ്കിൽ കൂടിയ താപനിലയിൽ നിന്ന് മിനിമം ടെമ്പറേച്ചറിനെ, അതായത് കുറഞ്ഞ താപനിലയെ മൈനസ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ കുറക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക താപാന്തരം ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുക. വാട്ട് ഈസ് ദ ഡെയിലി മീൻ ടെമ്പറേച്ചർ? അതായത് ദൈനിക ശരാശരി താപനില എന്നാൽ എന്താണ്? ദൈനിക ശരാശരി താപനില അല്ലെങ്കിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തിനെയാണ്? The average temperature of a day is termed daily mean temperature. എന്താണ്? ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നു. ഒരു ദിവസത്തെ, ഒരു ഡേയിലെ ആവറേജ് ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ശരാശരി താപനിലയെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത്. ഈ ഡെയിലി മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക ശരാശരി താപനില എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുക.
ഡെയിലി മീൻ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു maximum temperature plus minimum temperature divided by 2. Okay, maximum temperature of the day plus minimum temperature of the day divided by 2. അല്ലേ? ഏറ്റവും കൂടിയ താപനിലയെ, ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയെ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയുമായിട്ട് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട്, അതായത് കൂട്ടിയിട്ട് അതിനെ എന്ത് ചെയ്യാണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, ഡെയിലി മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക ശരാശരി താപനില ലഭിക്കുന്നത്. ദൈനിക ശരാശരി താപനില ഈക്വൽ ടു കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ 2. ഓക്കെ, മാക്സിമം ടെമ്പറേച്ചറിനെ മിനിമം ടെമ്പറേച്ചറുമായിട്ട് പ്ലസ് ചെയ്ത് അതിനെ നമ്മൾ രണ്ടുമായിട്ട്, 2 എന്ന് പറയുന്ന സംഖ്യയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡെയിലി മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക ശരാശരി താപനില ലഭിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്താണ്, തെർമോമീറ്റർ ആണ്. ഈ തെർമോമീറ്ററിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു എന്ത്, ടെമ്പറേച്ചർ അളക്കുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മളോട് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ, അല്ലെ, താപനില അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉപകരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഏതാണ്, തെർമോമീറ്റർ ആണ്. ആ ഒരു തെർമോമീറ്ററിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് ക്യാൻ ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ റെക്കോർഡ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. അതായത് വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ താപനിലയെ ഉപയോഗപ്പെടുത്തി താപവിതരണ ഭൂപടം തയ്യാറാക്കാൻ സാധിക്കും. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് അല്ലെങ്കിൽ താപവിതരണ ഭൂപടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് പ്ലേസസിൽ രേഖപ്പെടുത്തിയ താപനിലയെ ഉപയോഗപ്പെടുത്തി നമുക്ക് തയ്യാറാക്കുവാന് സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന മാപ്പിലേക്ക് നോക്കുക. ഫിഗർ 1.5ലേക്ക്, ചിത്രം 1.5ലേക്ക് നോക്കുക. ഈ മാപ്പില് ഒരു ലൈന് വരച്ചിട്ടുണ്ട് അല്ലെ, ഈ ലൈന് കണ്ടില്ലേ, ഇതാണ് സ്മൂത്ത് കർവ്ഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതായത് ഏത് ലൈനാണ്, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ലൈനുകളിലേക്ക് ഒന്ന് നോക്കുക. സ്മൂത്ത് കർവ്ഡ് ലൈൻസ് അല്ലെങ്കിൽ ഒഴുക്കൻ വരകളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്മൂത്ത് കർവ്ഡ് ലൈൻസ് അല്ലെങ്കിൽ ഒഴുക്കൻ വരകള് വരക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല്, ഈ ലൈൻസുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല്, ലൈൻസ് കണക്റ്റിംഗ് ദ പ്ലേസസ് ഹാവിംഗ് ഈക്വൽ ടെമ്പറേച്ചർ. This is the method used to represent the distribution of temperature in map. അതായത് നമ്മുടെ മാപ്പിലെ ടെമ്പറേച്ചറിനെ, ഭൂപടങ്ങളിലെ താപ വിതരണം കാണിക്കുവാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു സ്മൂത്ത് കർവ്ഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഒറ്റ തവണയും കൂടി പറയാണ്, ദിസ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻ മാപ്പ്. മാപ്പുകളില് എന്ത്, താപവിതരണം കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്ന ലൈനാണ് ഏത്, സ്മൂത്ത് കർവ്ഡ് ലൈൻസ് അല്ലെങ്കിൽ ഒഴുക്കൻ വരകള്. എന്നാല് ഇതാ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൾ കോൾഡ് ഐസോതേംസ്. എന്താ പറയുന്നത്, സമുദ്രനിരപ്പിൽ നിന്നും എങ്ങനെ ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു, സമതാപ രേഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദ ഇമേജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഓർ കോൾഡ് ഏതാണ്, ഐസോതേംസ്. എന്താ പറയുന്നത്, സമുദ്രനിരപ്പിൽ ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്, അതായത് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ഒരേ താപനിലയുള്ള പ്ലേസസിനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഇമേജിനറി ലൈൻസിനെ അല്ലെങ്കിൽ സാങ്കല്പിക രേഖകളെയാണ് ഐസോതേംസ് അല്ലെങ്കിൽ സമതാപ രേഖകൾ എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ രണ്ടെണ്ണമാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് സ്മൂത്ത് കർവ്ഡ് ലൈൻസും മറ്റൊന്ന് ഏതോ ആണ്, ഐസോതേർമോ ആണ് അല്ലെ. സ്മൂത്ത് കർവ്ഡ് ലൈൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മാപ്പുകളില് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? സ്മൂത്ത് കർവ്ഡ് ലൈൻസ്, അല്ലെങ്കിൽ ഏത്, ഒഴുക്കൻ വരകള് അല്ലെ. ഭൂപടങ്ങളില് താപവിതരണം കാണിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഒഴുക്കൻ വരകള്. എന്നാൽ ഐസോതേർമ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഉള്ള, അതായത് ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്ലേസസിനെ കണക്ട് ചെയ്തുകൊണ്ട്, സ്ഥലങ്ങളെ, പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരക്കുന്ന ഇമേജിനറി ലൈൻസ് ആണ്, അല്ലെങ്കിൽ സാങ്കല്പിക രേഖകളാണ് ഏതെന്ന് പറയുന്നത്? ഐസോതേർംസ് എന്ന് പറയുന്നത്, സമതാപ രേഖ എന്ന് പറയുന്നത്.